ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന 50ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ തുടർച്ചയായി 50 വീഡിയോസ് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള അഗ്രോമെഷനറി ലിമിറ്റഡിന്റെ 2013 നടന്ന ഓവർസിയറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനത്തെ വീഡിയോ ആണിത്, 10ാമത്തെ വീഡിയോ ആണിത്. മുൻപത്തെ വീഡിയോസ് 1 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി 50 വീഡിയോസിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോസ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോയ്സ്ചർ അബ്സോർപ്ഷൻ ഓഫ് എ ഗുഡ് സ്റ്റോൺ ഷുഡ് ബി ലെസ് ദാൻ. ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന്റെ അബ്സോർപ്ഷൻ, വാട്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ അബ്സോർപ്ഷൻ എത്രയായിരിക്കണം അല്ലെങ്കിൽ എത്രയിൽ കുറവായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് സ്റ്റോൺ എന്നുള്ളത്. സ്റ്റോൺ എന്നുള്ളത് വളരെ വാട്ടർ അബ്സോർപ്ഷൻ കുറവുള്ള ഒരു മെറ്റീരിയൽ ആണ് ബിൽഡിംഗ് സ്റ്റോൺ. ഒരു ബ്രിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്രിക്കിനേക്കാളും വാട്ടർ അബ്സോർപ്ഷൻ കുറവുള്ള ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ബിൽഡിംഗ് സ്റ്റോൺ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റോണിൽ 5% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിൽ എന്തുണ്ടാവും, സാപ്പ് നിലനിൽക്കുകയും അതുകൊണ്ട് തന്നെ കല്ലിന് എന്ത് ചെയ്യില്ല, ആ ഒരു റിക്വയർഡ് സ്ട്രെങ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ 5% കൂടുതൽ വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള ബിൽഡിംഗ് സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ബ്രിക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ബ്രിക്കിന് കുറച്ചും കൂടെ എന്തുണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ എടുക്കാൻ, വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറച്ചും കൂടെ കൂടുതലാണ് ബ്രിക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്കുകൾക്ക് 20% താഴെ ആയിരിക്കണം ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബിൽഡിംഗ് സ്റ്റോണിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ബിൽഡിംഗ് സ്റ്റോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കണം എന്നാണ്. ഏതൊരു ബിൽഡിംഗ് സ്റ്റോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിന്റെ സ്ട്രക്ചർ കോമ്പാക്ട് ക്രിസ്റ്റലൈൻ ആയിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 Nm/mm² ആയിരിക്കണം. സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ അതിന് 100 Nm/mm² വരെ ലോഡ് ബെയർ ചെയ്യാൻ കഴിയണം അതിന്. ഓക്കെ, അതേപോലെ തന്നെ മാക്സിമം വിയർ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് സ്റ്റോണിന്റെ മാക്സിമം വിയർ 3% മാത്രമേ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.7 ആയിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ ടു 2 halves ലോഞ്ചിറ്റ്യൂഡിനലി 1 part ഈസ് കോൾഡ് ആസ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രിക്കിനെ എടുത്തിട്ട് ആ ബ്രിക്കിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ 2 ഹാഫുകളാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നത്, 2 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. അപ്പൊ അങ്ങനത്തെ ബ്രിക്കുകളെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ക്യൂൻ ക്ലോസർ എന്നാണ്. അപ്പൊ ശരിക്കും നോക്കുക, ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബ്രിക്കിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കട്ട് ചെയ്ത് 2 ഭാഗങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്യൂൻ ക്ലോസർ എന്ന് പറയാം. എന്നാൽ ഇതേ ബ്രിക്കിനെ തന്നെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കട്ട് ചെയ്യുന്നതിന് പകരം ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ബ്രിക്ക് ബാറ്റ് എന്നാണ് പറയാം. അത് 2 പോർഷൻ ആയിട്ടാണ് സാധാരണ ഡിവൈഡ് ചെയ്യാറുള്ളത്. എന്നാൽ അവിടെ എന്തുണ്ട്, ഹാഫ് ബാറ്റുകൾ ഉണ്ട്, 3/4 ബാറ്റുകളും ഉണ്ടാവും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസർ, ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ വൈസ് ആണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ബ്രിക്ക് ബാറ്റ് എന്നാണ് പറയാം. ഇനി എന്താണ് കിങ് ക്ലോസർ? കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഫിഗറിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് കിങ് ക്ലോസർ ആണ്. കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിഡ്ത്തിന്റെ ഹാഫ് മുതൽ ലെങ്ത്തിന്റെ ഹാഫ് വരെയുള്ള
ഒരു പോർഷനെ, ഒരു ട്രയാങ്കുലർ പോർഷനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന ബ്രിക്കിനെയാണ് നമ്മൾ കിങ് ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്പ്ലേഡ് ബ്രിക്കാണ്. അതുപോലെ മറ്റൊന്നാണ് ബെവൽഡ് ഗ്ലോസർ. ബെവൽഡ് ഗ്ലോസർ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷന്റെ സെന്ററിൽ നിന്നാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാൽ ഫുൾ ലോഞ്ചിറ്റ്യൂണലി ഫുള്ള് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ബെവൽഡ് ഗ്ലോസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിട്രഡ് ഗ്ലോസർ ഉണ്ട്. 45 ഡിഗ്രിയിലോ 60 ഡിഗ്രിയിലോ 45 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെയുള്ള ഏതെങ്കിലും ഒരു ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രിക്കിനെ നമ്മൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മിട്രഡ് ഗ്ലോസർ എന്നാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് വൗസിയേഴ്സ്? വൗസിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആർച്ചിൽ വരുന്ന ഒരു ടേമാണ് വൗസിയർ. ആർച്ചിൽ നമുക്ക് വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ബ്രിക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും, വെക്കേണ്ടി വരും. അപ്പൊ ആ ബ്രിക്കുകളെയാണ് നമ്മൾ വൗസിയേഴ്സ് എന്ന് പറയാം. കോർണിസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കോർണിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്കുകളെയാണ് കോർണിസ് ബ്രിക്ക് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്സ് റിക്വയർഡ് ഫോർ 1 ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക്ക് മേസൺറീസ്. നമ്മൾ മുൻപത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ക്യൂബിക് മീറ്റർ ബ്രിക്ക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എത്ര ബ്രിക്കുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഒരു ബ്രിക്ക് മേസൺറിയിൽ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത് 19/9/9 ആണ്. അത് നോമിനൽ സൈസ് ആവുമ്പോൾ എന്താവും, 20/10/10 ആവും. അപ്പോൾ 1 മീറ്റർ ക്യൂബിനെ 20/10/10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് 20/10/10 എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്, അതിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് 1 മീറ്റർ ക്യൂബിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 500 ആയിരിക്കും. അപ്പോൾ 1 മീറ്റർ ക്യൂബില് 500 ബ്രിക്കുകളാണ് എന്തുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ടു ക്യാരി ഔട്ട്. ഇതും നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ ആൻസർ സൗണ്ട്നെസ് ആണ്. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമെന്റിന്റെ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ഉപയോഗിക്കുക. ഈ ഫിഗറിൽ കാണുന്നതാണ് എന്ത് ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ്. അതിന് 2 ലെഗുകൾ ഉണ്ടാവും. ആ ലെഗുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സിമെന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ മോൾഡിൽ നിറയ്ക്കുകയും ഒരു ദിവസം, ഒരു കംപ്ലീറ്റ് 24 hours നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയും ചെയ്യും. അങ്ങനെ ഇമ്മേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ പുറത്തെടുത്തിട്ട് അതിന്റെ എക്സ്പാൻഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് 10 mm കൂടാൻ പാടില്ല. അത് 1 cm ഡിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ആ 2 ലെഗുകൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. സോ ആ ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് ടെസ്റ്റ് നമ്മൾ സൗണ്ട്നെസ് ടെസ്റ്റിൽ തന്നെ എന്താണ്, ലൈമിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലേ ചാറ്റ്ലിയർ അപ്പാരറ്റസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടെസ്റ്റ് നോക്കുക, കൺസിസ്റ്റൻസി ടെസ്റ്റ്. കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. കൺസിസ്റ്റൻസി ടെസ്റ്റിനും സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ ഫൈനൽ സെറ്റിംഗ് ടൈമുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് വിക്കറ്റ് അപ്പാരറ്റസ് ആണ്. ഇനി ടെൻസൈൽ സ്ട്രെങ്ത്തും കംപ്രസീവ് സ്ട്രെങ്ത്തും നമ്മൾ കണ്ടുപിടിക്കുന്നത് സിമെന്റിന്റെ ആണെങ്കിൽ കോൺക്രീറ്റിന്റെ ആണെങ്കിൽ അത് കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അഗ്രിഗേറ്റ് ഈസ് കോൾഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റീറ്റെയിൻഡ് ഓൺ. ഒരു അഗ്രിഗേറ്റുകളെ അത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സീവിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം 2 ടൈപ്പ് അഗ്രിഗേറ്റുകളാണുള്ളത്. ഒന്ന് ഫൈൻ അഗ്രിഗേറ്റും മറ്റൊന്ന് കോഴ്സ് അഗ്രിഗേറ്റും. 4.75 mm ISCവിൽ പാസ് ചെയ്ത് പോകുന്നതിനെയെല്ലാം നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും 4.75 mm ISCവിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്നുമാണ് പറയാറുള്ളത്. അപ്പൊ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 4.75 mm ISCവിൽ എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്ത് നിൽക്കണം. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു എക്സോജിനസ് ട്രീസ്? എക്സോജിനസ് ട്രീസ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എക്സോജിനസ് ട്രീസ് അല്ലാത്ത ട്രീ ഏതാണ് താഴത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് എക്സോജിനസ് ട്രീസ് എന്ന് പറയാം? 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രീസിലുള്ളത് അല്ലെ. ഒന്ന് എൻഡോജിനസും മറ്റൊന്ന് എക്സോജിനസും. എൻഡോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരുന്നത് അതിന്റെ ലെങ്ത് വൈസിലാണ്. അതായത് ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ അതിന് നീളം വളരെ കൂടുതലാണ് അതിന്റെ വിഡ്ത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എൻഡോജിനസ് ട്രീസ് എന്നാണ് പറയാം. എന്നാൽ അതിന്റെ വീതി വളരുന്നത് എന്താണ്, അതിന്റെ വിഡ്ത്തിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഹൈറ്റിനേക്കാൾ കൂടുതൽ എന്താണ് അതിന് പ്രാധാന്യം ഉള്ളത് അതിന്റെ വിഡ്ത്ത് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, അത് വളരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സോജിനസ് ട്രീസ് എന്ന് പറയും. നമുക്കറിയാം എൻഡോജിനസ് ട്രീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ബാംബു എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബാംബു, എൻഡോജിനസ് ട്രീസ്. എക്സോജിനസ് ട്രീസ് ടീക്ക് എന്താണ്, എക്സോജിനസ് ട്രീസ് ആണ്. സാല്, ഡിയോഡർ ഒക്കെ എന്താണ്, എക്സോജിനസ് ട്രീസ് ആണ്. അപ്പൊ ടീക്കും സാലും ഡിയോഡറും ഒക്കെ എന്താണ്, എക്സോജിനസ് ട്രീസ് ആണ്. എന്നാൽ കോക്കനട്ട് അതിന്റെ ലെങ്ത് വൈസിലാണ് അത് വളരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് കോക്കനട്ട് ഒരു
എൻഡോജിനസ് ട്രീ ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് ബിലോങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് കോക്കനട്ട് ആണ് ഇതിന്റെ ആൻസർ വരിക. ഒരു ട്രീയുടെ ഫൈബർ അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ അതിന്റെ ലെങ്ത്തിലാണ് കൂടുതലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എൻഡോജിനസ് ട്രീ ആയിരിക്കും. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റംബർ ഈസ് എ ടൈപ്പ് ഓഫ്. ഡിസ്റ്റംബർ എന്ത് ടൈപ്പ് പെയിന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഡിസ്റ്റംബർ ഒരു വാട്ടർ പെയിന്റ് ആണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡിസ്റ്റംബറുകളിൽ ചോക്ക് പൗഡർ എന്ത് ചെയ്യാണ്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഡിസ്റ്റംബർ ഉണ്ടാക്കുന്നത്. സോ അതിൽ എന്താണ് അതിന്റെ വെഹിക്കിൾ എന്ന് പറയുന്നത്, അത് അത്രയും ഫ്ലൂയിഡിറ്റി അതിന് കിട്ടുന്നത് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മറ്റുള്ള പെയിന്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതലും എന്താണ് വെഹിക്കിൾ ഓയിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ലിൻസീഡ് ഓയിലോ ടങ് ഓയിലോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്ടർ പെയിന്റിൽ വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അതിന്റെ വെഹിക്കിൾ ഉണ്ടാവുക. സോ ഡിസ്റ്റംബർ എന്താണ്? ഒരു വാട്ടർ പെയിന്റ് ആണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് ദ സ്റ്റീൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹാമർ ബ്ലോസ് ഈസ് കോൾഡ് ആസ്. ഹാമർ ബ്ലോനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്റ്റീലിന്റെ പ്രോപ്പർട്ടിനെ, കഴിവിനെ എന്താണ് പറയുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ടഫ്നെസ് എന്നാണ് പറയാം. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയാം. സോ ഹാമർ ബ്ലോ എന്നുള്ളത് എന്താണ്? ഒരു ഇമ്പാക്റ്റ് ലോഡാണ്. സോ ആ ഇമ്പാക്റ്റ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ടഫ്നെസ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് ഹാർഡ്നെസ്? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചിങ്ങിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിൽ നമ്മൾ വരയുമ്പോൾ അല്ലെങ്കിൽ സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രൈബിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെ നമുക്ക് എന്ത് ചെയ്യുക? ഹാർഡ്നെസ് എന്ന് പറയാം. ദെൻ മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിനെ അടിച്ച് ഷീറ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ മോർ മാലിയബിൾ എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ ഷീറ്റാക്കി മാറ്റാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ മാലിയബിൾ സ്റ്റീൽ എന്ന് പറയുക. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ, ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്. ഗ്ലാസിന്റെ മാനുഫാക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ഏതാണ്? നമുക്കറിയാം അത് സിലിക്കയാണ് അല്ലെങ്കിൽ സാൻഡ് ആണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഗ്ലാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ സാൻഡ് മാത്രമല്ല, അവിടെ പൊട്ടാഷ് ഉപയോഗിക്കുന്നുണ്ട്, സോഡ ഉപയോഗിക്കുന്നുണ്ട്, കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഗ്ലാസ് ആയിട്ട് മാറുന്നത്. പക്ഷെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സാൻഡ് ആണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റീവ്ലി ഡക്റ്റൈൽ മെറ്റീരിയൽ? അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ MS ആണ്. അതായത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീലുകളാണ് നമുക്ക് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഒന്ന് കാസ്റ്റ് അയൺ ആണ്, അതേപോലെ തന്നെ ഹൈ കാർബൺ സ്റ്റീലാണ്. ഇതിനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും എന്നുള്ളതാണ്. ബ്രോൺസ് ആണെങ്കിലും കാസ്റ്റ് അയൺ ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഹാമർ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതായത് ഡക്റ്റിലിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് ബാക്കിയെല്ലാം. പക്ഷെ മൈൽഡ് സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്താണ്? മോർ ഡക്റ്റൈൽ ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് MS ആണ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.